ഹേ ഗൈസ് വാട്സാം. അപ്പോൾ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു ആർട്ട് ചെയ്യുമ്പോണ്. ആർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് സാധാരണ ഒരു ആർട്ടല്ല, അതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്പെഷ്യാലിറ്റി മീൻസ് നമ്മൾ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ പെയിൻറ് കൊണ്ടോ വരയ്ക്കുന്ന ഒരു ആർട്ടല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് പോയിന്റിലേക്ക് വരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലഡ് ആർട്ടാണ്. കണ്ടില്ലേ, ഒരു ബ്ലഡ് ആർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ സ്ഥിരമായിട്ട് ക്ലയൻസിന് വരച്ചു കൊടുക്കാറുണ്ട്. മീൻസ് കൂടുതൽ ചെയ്യുന്നത് ചാർക്കോൾ ആർട്ട്, പിന്നെ പെയിന്റിംഗ് ആണ് കൂടുതൽ ചെയ്യാറുണ്ട്. പിന്നെ ഒക്കേഷനിൽ വന്നൊരു വർക്കാണ് ഈ ബ്ലഡ് ആർട്ട്. ഈ ബ്ലഡ് ആർട്ടിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആർട്ട് ചെയ്യുമ്പോൾ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഒക്കെ സത്യം പറയാൻ നമുക്ക് തോന്നും. വരയ്ക്കാൻ എനിക്കും തോന്നും, കാണാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു വ്യത്യാസം ഉള്ളൊരു ആർട്ടാണ്. നമ്മളൊരു വർക്ക് തുടങ്ങുന്നത്. ആ വർക്ക് തുടങ്ങുമ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഈ ബ്ലഡ് എല്ലാം കുറയും. എന്നിട്ട് നമ്മൾ ഈ വരച്ചു തുടങ്ങുമ്പോൾ ആ ഇരുത്തിയിൽ തന്നെ ആ കംപ്ലീറ്റ് വരച്ചു തരണം. അല്ലെങ്കിൽ ബ്ലഡ് പെട്ടെന്ന് കട്ടിയാവും ചെയ്യും. ഇപ്പം പോലും അത് കട്ടിയായിട്ടിരിക്കണേ, കണ്ടില്ലേ? കണ്ട കാണില്ലേ? ഇപ്പം പോലും ഇവൻ അത് കട്ടിയായിട്ടിരിക്കണേ. അപ്പോൾ നമ്മളിത് വരയ്ക്കാൻ തുടങ്ങിയാൽ പെട്ടെന്നായിരിക്കും അത് കട്ടിയാവുന്നത്. നമ്മളിത് വരച്ചൊരു പകുതിക്കാകുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് അത് കട്ടിയായി തുടങ്ങും. ഈ ബ്ലഡ് ആർട്ടിൽ വേറൊരു ഹൈലൈറ്റ് വരുന്ന വെച്ചാൽ ഇത് വരച്ച് കഴിഞ്ഞിട്ടൊരു സ്മെല്ലുണ്ടാവും. അതിപ്പോൾ ബ്ലഡ് കട്ട് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, കണ്ടച്ചോരോടെ ആ ഒരു സ്മെല്ല്. സത്യം പറഞ്ഞാൽ ഞാൻ മുന്നേ വരച്ച വർക്കുകൾക്ക് വെച്ച് എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു ബാഡ് സ്മെല്ലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വർക്ക് മാക്സിമം ഒരു 15 to 10 മിനിറ്റിനൊരു വർക്കായിരിക്കും. അതിനുള്ളിൽ നമ്മൾ തീർക്കണം. നമ്മൾ ചെയ്യാനുള്ള സൈസ് എന്ന് വെച്ചാൽ A3 സൈസിലാണ് ചെയ്യുമ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞ പോലെ ഉഷാറായിട്ട് ചെയ്യും. നമുക്കത് തുടങ്ങിയാലോ? അപ്പോൾ ഓരോരോ ചിത്രത്തിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൻ്റെ കഥ കുറച്ചുകൂടി പ്രത്യേകമാണ്. ഈ ക്യാൻവാസിൽ പതിയിരിക്കുന്നത് വെറുമൊരു മുഖം മാത്രമല്ല, ഒരാളുടെ മനസ്സിൽ മറ്റൊരാൾക്കുള്ള സ്ഥാനമാണ്. ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണ നിറമല്ല. ഈ ചിത്രം ആവശ്യപ്പെട്ട വ്യക്തിയുടെ സ്വന്തം രക്തമാണ് ഈ സൃഷ്ടിയുടെ മാധ്യമം. തൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരാളുടെ ചിത്രം സ്വന്തം രക്തം ഉപയോഗിച്ച് സൃഷ്ടിക്കണമെന്ന ആഗ്രഹമാണ് ഈ ഒരു കലാസൃഷ്ടിക്ക് ജന്മം നൽകിയത്. ഓരോരോ വരയും വരയ്ക്കുമ്പോൾ ഞാൻ കണ്ടതൊരു മുഖം മാത്രമായിരുന്നില്ല, അതിന് പിന്നിലുള്ള ഓർമ്മകളും സ്നേഹവും ബഹുമാനത്തിൻ്റെയും വികാരങ്ങളുടെയും കൂടിയാണ്. കല ചിലപ്പോൾ നിങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കും, ചിലപ്പോൾ അത് ബന്ധങ്ങളുടെ ഭാഷയാവും, ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഓർമ്മകളുടെ രൂപമാകും. ഈ ചിത്രത്തിൽ പതിഞ്ഞിരിക്കുന്നത് രക്തം മാത്രമല്ല, ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയും മറ്റൊരാളോടുള്ള കരുതലുകൂടെയാണ്. ഒരു വെറും ക്യാൻവാസിൽ നിന്ന് ഈ ചിത്രം രൂപം കൊള്ളുമ്പോൾ അതൊരു പോർട്രേറ്റ് മാത്രമായി അവശേഷിച്ചിട്ടില്ല, ഒരു കഥയായി മാറിയത്. ഓർമ്മകൾക്ക് നിറം നൽകുന്ന ഒരു കഥ, സ്നേഹത്തിൻ്റെ രൂപം നൽകുന്ന ഒരു കഥ. കാരണം ചില ആളുകൾ ജീവിതത്തിൽ അത്രമേൽ വിലപ്പെട്ടതായിരിക്കും, അവരുടെ ഓർമ്മകൾ പോലും ഹൃദയത്തിൽ മാത്രമാവില്ല, കലാസൃഷ്ടികളിലും ജീവിച്ചിരിക്കും. സമയം കടന്നു പോകും, ആളുകൾ മാറാം, ജീവിത സാഹചര്യങ്ങൾ മാറാം, പക്ഷെ ചില ഓർമ്മകൾ എന്നും നിലനിൽക്കും. അത്തരത്തിലുള്ള ഓർമ്മകൾക്ക് ഒരു ദൃശ്യരൂപം നൽകുകയാണ് ഈ ചെയ്യുന്നത്. ഈ ആർട്ട് വർക്കിൽ ഞാൻ കാണുന്ന രക്തമല്ല, ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്. തൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരാളുടെ ഒരു വ്യത്യസ്ത രീതിയിൽ ഓർക്കാനുള്ള ഒരു ആഗ്രഹമാണത്. അവസാനം ഈ പോർട്രേറ്റ് പൂർത്തിയാക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു ഡ്രോയിങ് മാത്രമല്ലായിരുന്നു, ഒരു ബന്ധത്തിൻ്റെ പ്രതിബിംബമാണ്. രക്തം ശരീരത്തിൽ ഒഴുകുമ്പോൾ അത് ജീവൻ നൽകുന്നു. അതേ രക്തം ക്യാൻവാസിൽ പതിയുമ്പോൾ അത് ഒരു കഥയായി മാറുന്നു. ഗൈസ്, ഈ വർക്ക് ഏതാണ്ട് തീർന്ന മട്ടിലാണ്, തീരാറായി. ഇതിനൊരു ജാതി സ്മെല്ല, അത് നമ്മൾ ഈ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ ഇത് വരച്ച ഏതാണ്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഡ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക മുമ്പിലേക്ക്. പക്ഷെ എന്നിരുന്നാലും വരയ്ക്കാം, തരാം. കണ്ട കട്ടച്ചോര.
അപ്പോൾ ഗായ്സ് നമ്മുടെ വർക്ക് കഴിഞ്ഞു. വർക്കിൻ്റെ ഔട്ട്പുട്ട് ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കണ്ടാ കണ്ടാ കട്ടച്ചവരാണ്ട കണ്ടാ. ഇത് നമുക്ക് പെട്ടെന്ന് തീർന്നു ഈ വർക്ക്. സത്യം പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഈ വർക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഒരു മീൻസ് ഈ നല്ല അത്യാവശ്യം ആളെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഒരു ഓക്വേർഡ് സ്മെല്ല് തന്നെ. അതിപ്പോൾ ഞാൻ വരയ്ക്കുമ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ഡ്രൈ ആയി ഇപ്പോൾ ഉടുക്കത്തെ എൻ്റെ കട്ടച്ച പോരുടെ സ്മെല്ല് അതിപ്പോൾ എനിക്ക് പിടിക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്മെല്ല്, എൻ്റെ സ്മെല്ല് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് അത്രയും പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല നമ്മളിങ്ങനെ ബ്ലഡൊക്കെ വെച്ച് വരച്ച് കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്ക് പേർക്ക് ഇങ്ങനെ മുന്നേ ഇത് ബ്ലഡ് വെച്ച് വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കാണാത്ത ആൾക്കാർക്ക് ഒരു പുതുമയായിരിക്കും ഈ വർക്ക്. കണ്ടാ ബ്ലഡ് വെച്ചൊക്കെ കുറേ പേർക്ക് ഇത് എന്ത് തേങ്ങയെന്ന് തോന്നിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഒരു വെറൈറ്റി വർക്കാണ്. ഇതെൻ്റെ ഫേസിൻ്റെ അത്ര ഉണ്ട്, ഏതാണ്ട് എൻ്റെ മുഖത്തിൻ്റെ അത്ര ഉണ്ട്. അത്യാവശ്യം വലിയൊരു സൈസുള്ള ഇത്തിരി സൈസുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഇനി ഫ്രെയിം ചെയ്യണം. ഈ വർക്ക് ഫ്രെയിം ചെയ്തിട്ട് നമുക്കിത് കൊറിയർ അയക്കാനുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രെയിം ചെയ്തിട്ട് തരാം. ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. ഇതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മളൊരു മിനിമലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രെയിം ചെയ്തു. ഔട്ട്ലുക്ക് ഇങ്ങനെ വന്ന് ഫ്രെയിം ചെയ്തിട്ട് കണ്ടില്ലേ. കൊറിയർ അയക്കാനായിട്ട് ഇത് പാക്ക് ചെയ്യുന്നത് നമ്മുടെ അമ്മയാണ് ചെയ്യുന്നത്. നമ്മളത് DTDC ത്രൂ ആണ് അയക്കുന്നത്. സംഭവം സെറ്റായിട്ട് അവർക്ക് അവിടെ റിസീവും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. See you. Bye.